പ്രൈസ് ലോർഡ്. കൗൺസിലിംഗ് സീരീസിൻ്റെ 5th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ലോൺലിനെസ്, ഏകാന്തത എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ ചിലപ്പോൾ ഏകാന്തത നമുക്ക് തോന്നാറുണ്ടല്ലേ. ഒരുപക്ഷെ മെസ്സേജസൊക്കെ പലർക്കും അയക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഒരു കണക്ഷൻ ഇല്ലാത്തതുപോലെ. പുറമേ നോക്കുമ്പോൾ ചിരിക്കുന്നുണ്ടായിരിക്കും, എന്നാൽ എവിടോ ഒരു നിശബ്ദത, ഉള്ളിലൊരു സൈലൻസ് ഫീലിംഗ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകും. ഏകാന്തത എന്ന് വെച്ചാൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അനുഭവമല്ല, മറിച്ച് എവിടോ നമ്മൾ സ്റ്റക്കായിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. ആരോടും ഒന്നും തുറന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം നൽകുന്ന ഒരു ഉറപ്പ്. യെശയ്യാ-പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ദൈവമക്കളെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തു കൊള്ളുക, ആരും കൂടെ നിന്നില്ലെങ്കിലും എല്ലാവരും ഉപേക്ഷിച്ചാലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യേശു കർത്താവ് പറയുകയാണ്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഏകാന്തത അനുഭവിപ്പാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഏകരെന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന 4 വിഷയങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ, ഡോണ്ട് ഐസൊലേറ്റ് മോർ. ഒത്തിരി ഒറ്റയ്ക്കിരിക്കാതെ നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. അതായത് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവായി നിൽക്കുക. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ തോന്നും, ആരോടും സംസാരിക്കാതിരിക്കുന്ന ഒരു അനുഭവം. അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക. ഡോണ്ട് ഐസൊലേറ്റ് യുവർ സെൽഫ് സ്മോൾ. എവിടെയെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയി നിൽക്കുക. രണ്ടാമതായി ചെയ്യുവാൻ കഴിയുന്ന ഒരു വിഷയം, ടേക്ക് സം കണക്ഷൻ സ്റ്റെപ്സ്. അതായത് ചില ആളുകൾ, അതൊരു പക്ഷേ ഒരു വ്യക്തിയായിരിക്കും, നിങ്ങളായിരിക്കുന്ന വർക്ക് പ്ലേസിൽ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന കോളേജിൽ, നിങ്ങളായിരിക്കുന്ന സ്കൂളിൽ, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ഒരു വ്യക്തി, അല്ലെങ്കിൽ അതും പറ്റത്തില്ല എങ്കിൽ സഭയിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു കൗൺസിലർ, ഏതെങ്കിലും ഒരു വ്യക്തിയോടെ കണക്റ്റായിട്ട് നിങ്ങളുടെ ഹൃദയം ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. മൂന്നാമതായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഏറ്റവും മുഖ്യമായൊരു വിഷയം എന്ന് വെച്ചാൽ, ബിൽഡ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. കർത്താവിൻ്റെ വചനത്തിൽ ഒത്തിരി ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോസേഫിൻ്റെ ജീവിതത്തിൽ ഏകാന്തത വന്നപ്പോഴൊക്കെ ദൈവവുമായിട്ട് താൻ കണക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, യോസേഫ് ചെന്നിടത്തൊക്കെ താൻ കൃതാർത്ഥനായി. ദൈവം തൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് താൻ ആയിരുന്ന മേഖലയിലെല്ലാം തൻ്റെ മേലുള്ള അധികാരികൾക്ക് തന്നോട് ദയ തോന്നത്തക്ക രീതിയിൽ കർത്താവ് തനിക്ക് വേണ്ടി പ്രവർത്തിക്കാനിടയായിരുന്നു. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഏകാന്തതകളുണ്ടായിരുന്നു. അവിടെയും ദൈവമായിട്ടൊരു നല്ല ബന്ധമുണ്ടായിരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ഏകാന്തതകളുണ്ടായിരുന്നു. അവിടെയും താൻ പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കുന്ന വനാന്തരങ്ങളുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഏകാന്തത ഉണ്ടായിരുന്നു. പക്ഷേ ദൈവവുമായിട്ടൊരു ബന്ധം, റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്, അതാണ് അവരെ എല്ലാം ആ മേഖലയിൽ നിലനിർത്തിയതും വ്യത്യസ്തരാക്കി തീർത്തതും ദൈവികമായ പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനും കാരണമായി തീർന്നത്. നാലാമത്തായിട്ടൊരു വിഷയം എന്ന് വെച്ചാൽ, സെർവ് സമ്വൺ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏകാന്തതകളിൽ ആരെയെങ്കിലും ശുശ്രൂഷിക്കുക. ഏതെങ്കിലും വിധത്തിൽ ശുശ്രൂഷിക്കുക. കാരണം നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ ചെറുതായിട്ട് അല്ലെങ്കിൽ പതുക്കെ നമ്മുടെ ഹൃദയം ഹീലാകുകയാണ്, നമ്മുടെ ഹാർട്ട് ഹീലാകുകയാണ്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്തതകളിൽ ഈ 4 വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഒത്തിരി അപ് ടു മച്ച് എക്സ്റ്റെൻഡ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ ഏകാന്തതകളെ നേരിടാൻ കഴിയും. അതിലെല്ലാം മുമ്പേ കർത്താവിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. ഇന്ന് ഈ സീരീസ് ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അരുളി ചെയ്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൻ്റെ ഓരോ ഏകാന്തതകളും അനുഭവിച്ചറിയാൻ കർത്താവ് കൃപ ചെയ്യട്ടെ.